മുരുക ഭഗവാനെക്കുറിച്ച് എത്രത്തോളം പറയുന്നോ അത്രത്തോളം വീണ്ടും പറയാൻ ഒരുപാട് കാര്യങ്ങൾ വരും. അതുപോലെ നമ്മൾക്ക് കേൾക്കാനും മുരുക ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കാനും അത്രത്തോളം ആഗ്രഹമാണ്. അപ്രകാരം മുരുക ഭഗവാന്റെ എല്ലാ ഭക്തരും നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അമാനുഷികമായി തോന്നാവുന്ന ഒരു കാര്യം സംഭവിക്കും. അതുപോലെ മുരുക ഭഗവാന്റെ സാന്നിധ്യമുള്ളപ്പോൾ നമ്മൾക്ക് മറ്റൊരാളുടെ സാന്നിധ്യം അനുഭവപ്പെടും. ഈ 2 കാര്യത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ആദ്യം, മുരുക ഭഗവാന്റെ ഭക്തരാകുമ്പോൾ, ഭക്തിയിലേക്ക് കടക്കുമ്പോൾ, ആരാധിച്ചു തുടങ്ങുമ്പോൾ, ഭക്തരായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഭഗവാനോടുള്ള സ്നേഹം കൂടി വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അമാനുഷികമായി തോന്നാവുന്ന ചില മാറ്റങ്ങൾ. അതെല്ലാവരും അതിനെക്കുറിച്ച് മുരുക ഭക്തരാണെങ്കിൽ അനുഭവിച്ചിട്ടുള്ളവരുമാണ്, കേട്ടിട്ടുള്ളവരുമാണ്. അപ്പോൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യം നമുക്ക് മുരുക ഭഗവാന്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അതെ, മുരുക ഭഗവാനും കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായിട്ടുള്ള സനത് കുമാരനായിട്ടായിരുന്നു മുരുക ഭഗവാൻ കഴിഞ്ഞ ജന്മത്തിൽ ആയിരുന്നത്. സനത് കുമാരനായിരുന്നു. സനത് കുമാരൻ്റെ പ്രത്യേകത മുരുകനെ പോലെ തന്നെ അതേ ഗുണം തന്നെ, കുമരനായിരുന്നു. ഒരിക്കലും പ്രായമാകില്ല, എപ്പോഴും യുവാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മുരുക ഭക്തർക്കും പ്രായമാകില്ല, എപ്പോഴും സൗന്ദര്യം ഉണ്ടായിരിക്കും. പ്രായമാകുന്ന ചർമ്മം ഒന്നും അവർക്ക് കാണില്ല. നല്ല മുരുക ഭക്തരാണെങ്കിൽ എപ്പോഴും ഒരേ രൂപത്തിലായിരിക്കും. സനത് കുമാരനായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. സനത് കുമാരനായിരുന്നപ്പോൾ അലൗകികമായ ജ്ഞാനം, അനന്തമായ ജ്ഞാനം, ആത്മജ്ഞാനം സനത് കുമാരനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദേവർഷിയായിട്ടുള്ള നാരദൻ പോലും ഗുരുവായി സ്വീകരിച്ചത് സനത് കുമാരനെ. എല്ലാ ജ്ഞാനമുള്ള ദേവർഷി നാരദൻ പോലും തൻ്റെ ഗുരുവായി സ്വീകരിക്കണമെങ്കിൽ ആ നാരദൻ്റെ കയ്യിൽ പോലും ഇല്ലായിരുന്ന വിദ്യ സനത് കുമാരൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത്രത്തോളം അറിവ് ശിവപുത്രനായിട്ട് ജനിക്കുന്നതിന് മുൻപ് തന്നെ സനത് കുമാരനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിവപുത്രനായിട്ട് ജനിച്ച കഥ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഭഗവാൻ ശിവൻ സനത് കുമാരനോട് ചോദിക്കുന്നു, എന്ത് വരം വേണം? അപ്പോൾ ശിവഭഗവാൻ ഒരു അസുരനിൽ നിന്നും, ഒരു ദേവനിൽ നിന്നും, ഒരു ഭഗവാനിൽ നിന്നും കേൾക്കാത്തൊരു മറുപടി തിരിച്ചു കിട്ടുന്നു. പല ഭഗവാന്മാർക്ക് പോലും അനുഗ്രഹം കൊടുത്തിട്ടുള്ള ദേവനാണ് മഹാദേവൻ. ആ മഹാദേവൻ ഇത്രയും കാലം കേൾക്കാത്തൊരു മറുപടിയാണ് അവിടെ കിട്ടുന്നത്. എന്ത് വരം വേണമെന്ന് സനത് കുമാരനോട് ചോദിക്കുമ്പോൾ സനത് കുമാരൻ തിരിച്ചു ചോദിക്കുകയാണ്, എനിക്കൊരു വരവും വേണ്ട, അങ്ങക്ക് എന്ത് വരം വേണം മഹാദേവ എന്ന് തിരിച്ചു ചോദിച്ചു. അന്നു മുതൽ തുടങ്ങിയതാണ് മുരുകൻ്റെ ആരുടെ മുന്നിലും തല കുനിക്കാത്ത ആ ആർജവം. ഈ ജന്മം അല്ലെങ്കിൽ മുരുകനായിരിക്കുമ്പോഴല്ല ഈ വാശി. മാമ്പഴത്തിന് വേണ്ടി അല്ലെങ്കിൽ ജ്ഞാനപ്പഴത്തിന് വേണ്ടി, ജ്ഞാനപ്പഴമായിട്ടുള്ള മുരുകൻ മാമ്പഴത്തിന് വേണ്ടി അവിടെ നിന്ന് പളനിയിൽ വന്ന ആ വാശിയൊക്കെ സനത് കുമാരനായിരുന്നപ്പോഴുണ്ട്. തലകുനിക്കില്ല. സാക്ഷാൽ മഹാദേവൻ വന്നാലും തലകുനിക്കില്ല. അപ്പോൾ മഹാദേവന് സനത് കുമാരൻ കൊടുത്ത വരപ്രകാരമാണ് ശിവഭഗവാന്റെ പുത്രനായിട്ട് സനത് കുമാരൻ അവതരിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സനത് കുമാരനായിരിക്കുമ്പോൾ, ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിരിക്കുമ്പോൾ തന്നെ അത്രയും ശേഷിയുള്ള ഒരാൾ, അത്രയും ശേഷിയുള്ളൊരു മഹാപ്രഭു ഭഗവാന്റെ പുത്രനായിട്ട്, പരബ്രഹ്മം സ്വയം ശിവനായിട്ട് ജനിക്കുമ്പോൾ എങ്ങനെയാണോ ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ, അതേപോലെ അപ്രകാരം തന്നെയാണ് ശിവന്റെ ഇച്ഛപ്രകാരമാണ് ഭഗവാൻ ജനിക്കുന്നത്. തൃക്കണ്ണിൽ നിന്നാണ് ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുമ്പോൾ അത് സനത് കുമാരനല്ല, പിന്നെ പരബ്രഹ്മമാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്ന സത്യസ്വരൂപനായിട്ടുള്ള ശിവൻ തന്നെയാണ് മുരുകൻ. ശിവൻ തന്നെയായി മുരുകൻ ജനിക്കുകയാണ്. എല്ലാ ക്വാളിറ്റിയോടും കൂടി, ദേവന്മാരുടെയും ദേവനായി, എല്ലാ ശിവൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട്. ശിവപുത്രനായിട്ട് ജനിക്കുകയാണ്. ശിവൻ തന്നെയായി മാറി ജനിക്കുകയാണ്. അതിനു മുൻപ് തന്നെ ശിവപുത്രനല്ലായിരുന്ന സമയത്ത് പോലും അത്രയും അറിവും അത്രയും സൗന്ദര്യവും അത്രത്തോളം എല്ലാം കൊണ്ടും തികഞ്ഞ ആ ഒരു മഹാപ്രഭു മുരുകനായിട്ട് ജനിക്കുന്നു. ഈ മുരുകനായിട്ട് ജനിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, മുരുകൻ എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ദേവനാണ്. മുരുകനെ ആരാധിക്കുന്നവർ ആജ്ഞയെ ആരാധിക്കുന്നവരാണ്. ആജ്ഞ ആരാധിക്കുന്നത് കൊണ്ട് 2 കാര്യമാണ്. ദേവസേനയെ ആജ്ഞാപിച്ച് നിർത്തണം. ഭാര്യയല്ല, ദേവസേന, ദേവന്മാരുടെ സേനയെ ആജ്ഞാപിച്ച് നിർത്തണമെങ്കിൽ, കമാൻഡ് ചെയ്യണമെങ്കിൽ കമാൻഡിങ് പവർ വേണം. ഒരാളോട് പറഞ്ഞാൽ നിൽക്കണമെങ്കിൽ കമാൻഡിങ് പവർ വേണം. അത് ആജ്ഞയുടെ ശക്തിയാണ്. മുരുകൻ പ്രതിനിധാനം ചെയ്യുന്നത് ആജ്ഞയാണ്, അറിവും ആജ്ഞയാണ്. ആ ആജ്ഞയ്ക്ക് വേറൊരു കഴിവും കൂടിയുണ്ട്, മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവ്. ഇത് സനത് കുമാരനായിരുന്നപ്പോൾ ഏറ്റവും വലിയ സിദ്ധിയായിരുന്നു സനത് കുമാരൻ്റെ ഇത്. എന്ത് കാര്യം നടക്കുന്നതിന് മുൻപും സ്വപ്നമായിട്ടും അല്ലാതെയും ഒക്കെ സനത് കുമാരന് ഇത് മനസ്സിലാകുമായിരുന്നു, ഇത് നടക്കാൻ പോകുകയാണെന്ന്. അത്രത്തോളം മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവ് സനത് കുമാരനായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും മുരുകനായിരിക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും. സാക്ഷാൽ പരബ്രഹ്മമാണ്. ഇപ്പോൾ സാക്ഷാൽ ശിവഭഗവാന്റെ പുത്രനാണ്.
അപ്പോൾ മുരുക ഭക്തരാണെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മൾക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും മനസ്സിലാകുമെന്നുള്ളതാണ്. ഒരാളുടെ മനസ്സിലിരിക്കുന്ന കാര്യം പോലും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരാൾ നമ്മളോട് എന്താണെന്ന് പറയണ്ട, പക്ഷെ അവരുടെ ഇന്റൻഷൻ നമുക്ക് മനസ്സിലാവും. സത്യമായിട്ട് പറയുകയാണ്, ഒരാൾ മോശമാണോ നല്ലതാണോ എന്ന് ഒരു നോട്ടത്തിലൂടെ അല്ലെങ്കിൽ കുറച്ചു നേരം സംസാരിക്കുന്നതിലൂടെ അയാളെ ജഡ്ജ് ചെയ്യാനും മുൻകൂട്ടി പ്രവചിക്കാനും എന്ത് നടക്കുമെന്ന് പറയാനുമുള്ള കഴിവ്, ഒരു അമാനുഷിക കഴിവ്, ഒരു സിദ്ധി എന്ന് തന്നെ പറയാം, അത് മുരുക ഭക്തർക്കുണ്ടാകും. ഇതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, മുരുക ഭക്തർ യഥാർത്ഥ മുരുക ഭക്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കും. ഒരാൾ നമ്മളുടെ അടുത്ത് എപ്പോഴും വരും, ഒരിക്കലെങ്കിലും വരും. ഇത് വേറെ ആരുമല്ല, സാക്ഷാൽ മയിൽ. മയിൽ ആരായിരുന്നു? മയിലിൻ്റെ ആത്മീയ തത്വവും കൂടെ മനസ്സിലാക്കണം. മയിൽ ശൂരപത്മനായിരുന്നു, നമുക്കറിയാം. ഭഗവാൻ ആ വൃക്ഷത്തിലേക്ക് വേലെറിയുന്നു, വൃക്ഷം രണ്ടായി, അതായത് ഈ അസുരൻ രണ്ടായി പിളർക്കുന്നു. ഒന്ന് ഭഗവാന്റെ കൊടിയടയാളമായിട്ടുള്ള സേവൽ അല്ലെങ്കിൽ കോഴിയായി മാറുന്നു, ഒന്ന് മയിലായി മാറുന്നു. ഈ മയിലെന്ന് പറയുന്നത് അഹങ്കാരത്തെ ഉള്ളടക്കിയ ചൈതന്യമാണ്. അഹങ്കാരത്തെ ഉള്ളടക്കുമ്പോഴാണ് നമ്മൾക്ക് ആത്മീയ പ്രകാശം ഉണ്ടാകുന്നത്. അതായത് മയിൽ എങ്ങനെയാണോ പീലി വിടർത്തി ആടുന്നത്, അതുപോലാണ് നമ്മൾക്ക് അറിവുണ്ടാകുന്നത്. മയിലിൻ്റെ പീലിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അറിവിന്. സഹസ്രാരത്തിൽ നമ്മൾ സഹസ്രാരം എന്താണ് പറയുന്നത്? സഹസ്രാര പത്മം, 1000 ഇതളുള്ള പത്മം അല്ലെങ്കിൽ താമര എന്തുകൊണ്ട് പറയുന്നു? അതിനൊരു കാര്യമുണ്ട്. അതായത് 1000 പാദവും 1000 മുഖവും ഉള്ളവനാണ് ഭഗവാൻ. സഹസ്ര ശീർഷ പുരുഷ എന്ന് നമ്മൾ പറയും, എല്ലായിടത്തും മുഖമുള്ളവർ. കാരണം നിർവചിക്കാൻ സാധിക്കുന്നില്ല, എത്ര മുഖമുണ്ടെന്ന് പറയാൻ സാധിക്കാത്തപ്പോഴാണ് സഹസ്രം എന്ന് പറയുന്നത്. അതുപോലെ എത്ര ഇതളുണ്ടെന്ന് നിർവചിക്കാൻ സാധിക്കാത്തപ്പോൾ, അല്ലാതെ എല്ലാ ആധാരങ്ങൾക്കും നിശ്ചിത ഇതളേ ഉള്ളൂ. പക്ഷെ സഹസ്രാരത്തിൻ്റെ ഇതൾ നമ്മൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് സഹസ്രാരം എന്ന് പറയുന്നത്. അതുപോലെ മുരുകൻ്റെ മയിലിൻ്റെ ആ ഇതളുകൾ അല്ലെങ്കിൽ എന്താ പറയുന്ന പീലികൾ നമ്മൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല, 1000 കണക്കിനുണ്ട്. ആത്മീയ പ്രകാശത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമാണ് മുരുകൻ്റെ മയിലിൻ്റെ പീലികൾ. ഈ മയിൽ എപ്പോഴാണ് പീലി വിടർത്തി ആടുന്നത്? മേഘം മഴ വരുന്നതിന് മുൻപ് അല്ലേ? മേഘം ഇരുണ്ടുകൂടുമ്പോൾ. അതും പ്രത്യേകിച്ച് അരുണഗിരിയാർ പറയുന്നത് പോലെ മുരുകൻ്റെ മയിൽ ഏറ്റവും പ്രസന്നമായി, ഏറ്റവും സുന്ദരമായി ആടുന്നത്, നിറഞ്ഞാടുന്നത് വൈകുന്നേരം മഴ പെയ്യുന്നതിന് മുൻപ് മേഘം ഇരുണ്ടുകൂടുമ്പോഴാണ്. എന്തുകൊണ്ടാണ് വൈകുന്നേരം? നരസിംഹസ്വാമിയുടെ കണക്ഷനിൽ നമ്മളിത് പറയും, ഇരവുമല്ല പകലുമല്ല, ആ നേരമാണ് ആത്മീയ അല്ലെങ്കിൽ യോഗത്തിൻ്റെ സമയം. നമ്മൾ പറയും പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള യോഗം. അതുപോലെ രാവിലെയുമല്ല പകലുമല്ല എന്ന് പറയുന്ന ആ സ്പെസിഫിക് ടൈമിങ്ങിൽ ആണ് മയിൽ ഏറ്റവും സുന്ദരമായി ആടുന്നത്. ആ സമയത്താണ് ആത്മീയ പ്രകാശം ഉണ്ടാകുന്നത്, യോഗം. ഇരവുമല്ല പകലുമല്ല. ഇതിൻ്റെ ആത്മീയ അർത്ഥം നോക്കിയാൽ ഞാൻ ദൈവത്തിലേക്ക് ലയിക്കുന്നു, ദൈവവും ഞാനും ഒന്നാകുന്നു. ആ അവസ്ഥയാണ്. ഞാൻ മനുഷ്യനാണെന്നും പറയാൻ പറ്റുന്നില്ല, അത് ദൈവമാണെന്നും പറയാൻ പറ്റുന്നില്ല, രണ്ടും കലരുന്നു. എങ്ങനെയാണോ ഒരു പാലും പഞ്ചസാരയും കലരുന്നത്, അതുപോലെ ഞാനും ദൈവവും കലരുന്നു. എങ്ങനെയാണോ ഒരു സമുദ്രവും സമുദ്രത്തിൽ നിന്ന് എടുത്ത ജലകണികയും തിരിച്ച് കലരുന്നത്, അതുപോലെ ഞാനും ദൈവവും കലരുന്ന ആ സമയമാണ് മയിൽ ചിറക് വിരിച്ചാടുന്നത്. ആ ഒരു തത്വമാണ് മുരുകൻ തരുന്നത്. എന്താണ്? ദൈവവുമായിട്ട് ഒന്നാകൽ, യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ അതാണ് മുരുകൻ്റെ മയിലിൻ്റെ ഏകദേശ രൂപം. ഇനി ഒരു കാര്യം കൂടെ മുരുകൻ്റെ മയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുരുകൻ്റെ മയിലിനെ നോക്കുമ്പോൾ നമ്മൾക്കറിയാം താഴേക്ക് പോകുന്നൊരു സർപ്പത്തെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ആ ചവിട്ടി പിടിച്ചിരിക്കുന്ന സർപ്പം എന്താണ്? നമ്മളുടെ സെക്ഷുവൽ എനർജിയാണ്. അതായത് നമ്മളുടെ ലൈംഗികപരമായിട്ടുള്ള എനർജിയാണ്. സർപ്പം താഴേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ലൈംഗിക ശക്തിയും, മുകളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ആത്മീയ ശക്തിയാണ്. താഴേക്ക് പോകുന്ന ആ ലൈംഗികമായിട്ടുള്ള ആ പ്രവണത കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം വരും. താഴേക്ക് സഞ്ചരിക്കുന്ന പാമ്പിനെ കൊണ്ട് ആർക്കെങ്കിലും കൊത്തു കിട്ടാൻ സാധ്യതയുണ്ട്, മറ്റൊരാൾക്ക് ഉപദ്രവം വരും. അതുകൊണ്ട് അങ്ങനെയുള്ള പാമ്പിനെ മുറുക്കി ചവിട്ടി പിടിച്ചുകൊണ്ട് താഴേക്ക് പോകാതെ നിർത്തിക്കൊണ്ട് മയിൽ ചിറക് വിരിച്ചാടുന്നു. ഇതിന് വലിയൊരു ആത്മീയ തത്വമുണ്ട്. താഴേക്ക് പോകുന്ന സെക്ഷൽ എനർജിയെ മുകളിലേക്ക് ഉദ്ധരിപ്പിച്ചാൽ ആത്മീയ വെളിച്ചം ഉണ്ടാകുമെന്ന് മയിൽ വഴി നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്രത്തോളം മയിലിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഞാൻ മയിലിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ മുരുകനും മയിലും തമ്മിൽ ഇത്രയും ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥ മുരുകഭക്തിയിലേക്ക് കടക്കുമ്പോൾ
മുരുക ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായും അയാൾ മയിലിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. നമ്മൾ ഏത് ക്ഷേത്രത്തിലും പൊക്കോളൂ, ദേവി ക്ഷേത്രത്തിലോ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ ശിവഭഗവാന്റെ ക്ഷേത്രത്തിലോ എവിടെയും പൊക്കോളൂ, അവിടെ ഒന്നും കാണാത്തൊരു അത്ഭുതം മുരുക ക്ഷേത്രത്തിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഏത് മലമുകളിലാണെങ്കിലും ഏത് പ്രദേശത്താണ് ആ ക്ഷേത്രം കുടികൊള്ളുന്നതെങ്കിലും അവിടെ നമ്മൾക്ക് മയിലിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും. എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. മുരുക ക്ഷേത്രമാണെങ്കിൽ അതിന്റെ പരിസരത്ത് നിറച്ചും നമ്മൾക്ക് ഇതുപോലെ മയിലിനെ കാണാൻ സാധിക്കും. ഹനുമാൻ ക്ഷേത്രത്തിൽ വാനരന്മാരെ കാണാൻ സാധിക്കും, കുരങ്ങന്മാരെ കാണാൻ സാധിക്കും. കാലഭൈരവന്റെ ക്ഷേത്രത്തിൽ ആരും വിളിക്കാതെ തന്നെ നായ്ക്കളെ കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ മുരുക ഭക്തനാണെങ്കിൽ, മുരുക ചൈതന്യമുള്ളവിടത്ത് ഉറപ്പായും മയിലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, ചിലരൊക്കെ മുരുക ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് മയിലിനെ കാണാം. പളനിക്ക് പോകുമ്പോഴോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് മയിൽ പോകുന്നത് കാണാം. നമ്മൾക്ക് അത്ഭുതമാണ് ഇത് എവിടെ നിന്ന് വന്നു എന്ന്. അല്ലാതെ നമ്മൾ തമിഴ്നാട്ടിൽ എപ്പോൾ പോയാലും ഈ മയിലിനെ കാണാൻ സാധിക്കില്ല. പക്ഷെ പളനിക്ക് പോവുകയോ തിരുച്ചെന്തൂർ പോവുകയോ ഒക്കെ ചെയ്താൽ വഴിക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ മയിലിനെ കാണും. നല്ല ശുദ്ധിയോടെ, നല്ല ആത്മനിവേദനത്തോടു കൂടി ഭഗവാനെ എല്ലാം സമർപ്പിച്ച് ഭഗവാന് വേണ്ടി എല്ലാ തരത്തിലുള്ള വ്രതവും പാലിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും മയിലിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക തന്നെ ചെയ്യും. നല്ല വ്രതത്തോടെ പോകുന്നവർ മല കയറുമ്പോഴോ പളനിമല കയറുമ്പോഴൊക്കെ നല്ല ഭക്തിയോടെ പോകുന്ന പലരും പറയുന്നുണ്ട്, അവരെ മയിൽ വഴി കാട്ടാൻ വരും, മയിൽ ഓരോ പാതയിലും അവരുടെ കൂടെ ഉണ്ടാവും, ഇതൊക്കെ പറയാറുണ്ട്. അതൊക്കെ അത്ഭുതമല്ല, അത് സത്യമാണ്. മുരുകന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ മയിൽ ഉണ്ടായിരിക്കും. ആരെങ്കിലും മയിലിന് നോട്ടീസ് അടിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരണം, ഇതാണ് നിങ്ങളുടെ ലൊക്കേഷൻ, ആരെങ്കിലും ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ട് വരുന്നതാണോ മയിലിനെ? ആരെങ്കിലും ഫോൺ വിളിച്ച് വരുത്തുന്നതാണോ? ഒന്നുമല്ല. ഇത് എങ്ങനെ വരുന്നു? അതും മുരുക ക്ഷേത്രത്തിൽ മാത്രമേ വരുന്നുള്ളൂ, ഇത്രയധികം വരുന്നുള്ളൂ. 1-2 കേസാണെങ്കിൽ നമുക്ക് പോട്ടെന്ന് വെക്കാം. 1-2 തവണയൊക്കെ എവിടെയും 1-2 മയിലിനെ കണ്ടാൽ പോട്ടെന്ന് വെക്കാം. എവിടെ മുരുക ക്ഷേത്രത്തിൽ പോയാലും അവിടെ മയിലിനെ കാണണമെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, മയിലിന് മുരുകന്റെ സാന്നിധ്യം മനസ്സിലാകുന്നുണ്ട്, മുരുകനും മയിലും തമ്മിൽ അത്രത്തോളം ബന്ധമുണ്ട്. അങ്ങനെ എല്ലാ ദേവന്മാർക്കും ഉണ്ട്. ദേവന്മാരുടെ പല വാഹനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നല്ല ശിവക്ഷേത്രത്തിലൊക്കെ എപ്പോഴും സർപ്പസാന്നിധ്യം ഉണ്ടായിരിക്കും. ശിവലിംഗത്തെ ചുറ്റി സർപ്പം ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ സയൻറ്റിഫിക് റീസൺ തപ്പിപ്പോയാൽ നമ്മൾ പഠിച്ച് തീരില്ല. അതുപോലെ ഒരുപാടുണ്ട്. എങ്ങനെ മയില് വരുന്നു? അതുപോലെ നിങ്ങൾ യഥാർത്ഥ മുരുക ഭക്തനാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് മയിലിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. മയിലിനെ കാണാൻ സാധിക്കും, മയിലിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. നേരിട്ട് കാണാനും ശബ്ദം കേൾക്കാനും നമ്മളുടെ അടുത്ത് വരുന്നത് പോലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരികയും നമ്മൾക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യും. ഭഗവാൻ സാന്നിധ്യം അറിയിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുരുക ഭക്തരാണ് നമ്മളെങ്കിൽ ഈ ഒരു കാര്യം നോക്കും, ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ തൻ്റെ മയിലിൻ്റെ സാന്നിധ്യം എങ്ങനെയെങ്കിലും കാട്ടി തന്നിരിക്കും. ഈ മയിലില്ലാത്ത പ്രദേശമാണെങ്കിൽ പോലും മയിൽ വരാറുണ്ട്. പണ്ടൊക്കെ വലിയ ഹനുമാൻ സ്വാമി ഭക്തർ, നല്ല രീതിയിൽ ഭക്തിയുള്ളവരാണെങ്കിൽ ആ ഭക്തിയുള്ളവരുടെ വീടിൻ്റെ അടുത്ത് എപ്പോഴും കുരങ്ങന്മാർ കാണും, വാനരന്മാർ കാണും. ആ പ്രദേശത്തെങ്ങും കുരങ്ങൻ വരാൻ ഒരു സാധ്യത ഉണ്ടായിരിക്കില്ല. പക്ഷെ നല്ല ഹനുമാൻ ഭക്തരുള്ളവരുടെ വീടിൻ്റെ പരിസരത്തും, പണ്ടത്തെ കാര്യമാണ് കേട്ടോ, ഇപ്പം നമുക്കൊന്നും അത്രയും ശേഷിയില്ല, ആരാധനാശേഷിയൊന്നുമില്ല. പക്ഷെ പണ്ടൊക്കെ നല്ല മുരുക, ഇപ്പം തുളസീദാസിൻ്റെ കഥ തന്നെ കേട്ടാൽ അറിയാം. തുളസീദാസ് മഹാരാജ്, ഗോസ്വാമി തുളസീദാസ്, അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ എത്ര വാനരന്മാരാണ് ആ നാട് നശിപ്പിക്കാൻ ഇറങ്ങിയത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഏത് ദേവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ദേവൻ ശരിക്കും സ്വപ്ന ദർശനം അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറം ഈ മൃഗങ്ങളിലൂടെ, ഈ പക്ഷി മൃഗാദികളിലൂടെയാണ് നമ്മളിലേക്ക് അവരുടെ സാന്നിധ്യത്തെ അറിയിക്കുന്നത്. ആ ദേവനെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും പക്ഷിയോ മൃഗമോ നമ്മൾക്ക് കാഴ്ച തരുന്നുണ്ടെങ്കിൽ, നമ്മളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ ഈ മയിൽ പോകുന്നത്? അവിടെ ഭഗവാന്റെ ശക്തി, എനർജി ആ മയിലിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലോ നിങ്ങളുടെ കൂടെയോ ആ ഭഗവാന്റെ സാന്നിധ്യം ആ മയിലിനോ, ഏത് മൃഗമാണോ അല്ലെങ്കിൽ ഏത് പക്ഷിയാണോ അതിന് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ആ മൃഗമോ പക്ഷിയോ വരുന്നത്. ക്ഷേത്രം പോലെ തന്നെ നമ്മളുടെ ഉള്ളവും മാറുകയാണ്. ഉള്ളത്തിലും മുരുകൻ കുടിയിരിക്കുകയാണ്, കൂടെയുണ്ട്. അതുകൊണ്ട് ആ സാന്നിധ്യം നമ്മളെ പോലെയല്ല മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ, അവർക്ക് സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പക്ഷി മൃഗാദികൾ ചില ആളുകളെ കാണുമ്പോൾ ഓടിപ്പോകും. പക്ഷെ ചില ആളുകളെ കാണുമ്പോൾ അടുത്തേക്ക് വരും. അവർക്കറിയാം ഈ വരുന്ന ആൾ ഉപദ്രവിക്കാൻ പോകുന്നില്ല, നല്ല മനുഷ്യനാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും.
അതുപോലെ ഭഗവാന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും മയിലിനെ കാണുക തന്നെ ചെയ്യും. അത് കേരളത്തിൽ വെച്ചാകണമെന്നൊന്നുമില്ല, ഞാൻ പറയണം. ഇപ്പൊ തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിലും ഇനി നമ്മളുടെ വീടിന്റെ അടുത്ത് എങ്ങും മയിലില്ലെങ്കിലും ഒക്കെ വരാം. ഇനി ഇത് വന്നില്ലെന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടണ്ട. ചിലപ്പോൾ നമ്മളുടെ പ്രദേശത്ത് മയിൽ എന്ന് പറയുന്ന കാര്യമേ ഉണ്ടായിരിക്കില്ല, മയിലെന്ന് പറയുന്ന ആ ഒരു പക്ഷിയേ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ കാണാത്തത്. ഞാൻ പറയുകയാണ്, യാദർശികവശാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ ഭഗവാന്റെ ആരാധന ചെയ്യുമ്പോഴോ തമിഴ്നാട്ടിലൊക്കെ ഭഗവാന്റെ ക്ഷേത്ര സന്ദർശനത്തിന് പോകുമ്പോഴോ മയിൽ അടുത്ത് വരികയോ അല്ലെങ്കിൽ മയിലിനെ കാണാനോ ഒക്കെ സാധിച്ചാൽ ക്ഷേത്രത്തിന് പോകുന്ന വഴിയെ നമ്മൾ പളനിക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ പളനിമല കയറുന്ന വഴിയിലോ ഒക്കെ നമ്മൾക്ക് ഭഗവാന്റെ ഈ വാഹനത്തെ കാണാൻ സാധിച്ചാൽ വേറെ ഒന്നും വിചാരിക്കരുത്, ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചുകൊള്ളൂ. ഭഗവാന്റെ ഏറ്റവും വലിയ സൈനാണ്. നമ്മൾ പറയും, ഒന്നെങ്കിൽ വേല് കണ്ടാലോ സേവലിനെ കണ്ടാലോ കോഴിയെ കണ്ടാലോ മയിലിനെ കണ്ടാലോ ഭഗവാൻ കൂടെയുണ്ട്, തുണയുണ്ടെന്നർത്ഥം. വെറുതെ കൂടെ ഉണ്ടെന്നല്ല, തുണയുണ്ടെന്നർത്ഥം. അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും കാണാൻ സാധിച്ചാൽ ഭഗവാന്റെ തുണയുണ്ട്. അഹോബിലം അഹോബിലം.